ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ മെയിൻസിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച് വിശാലമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിമിലാരിറ്റി എന്ന് പറയാം. സിമിലാരിറ്റി എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് വീഡിയോ കൂടി വരും. അതിനകത്ത് പറയുന്നത് ഇതിനകത്ത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിമിലർ ട്രയാങ്കിൾ എന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കൈവശം ഇവിടെ 2 ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കി 2 ട്രയാങ്കിൾസ് ഉണ്ട്. 2 ട്രയാങ്കിൾസ് ആണ് ഇരിക്കുന്നത്. 2 വ്യത്യസ്ത വലിപ്പമുള്ള വ്യത്യസ്ത സൈസിലുള്ള 2 ട്രയാങ്കിൾസ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ട്രയാങ്കിൾ എൻ്റെ കയ്യിലിരിക്കുന്നു. നോക്ക്, ഈ 2 ട്രയാങ്കിളിൻ്റെയും ആംഗിൾസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആംഗിൾസിനെ പറ്റി പറയുമ്പോൾ ഇതൊന്ന് എക്സ്, രണ്ടാമത്തത് വൈ, മൂന്നാമത്തത് ഇസഡ്. ഓക്കെ, അങ്ങനെ 3 ആംഗിളും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് ആയിട്ടുള്ള ആംഗിൾ. എക്സ് ഡിഗ്രി ആവാം, അടുത്തത് വൈ ഡിഗ്രി ആവാം, അടുത്തത് ഇസഡ് ഡിഗ്രി ആവാം. അപ്പോൾ ആംഗിൾസ് എന്താണെന്ന് ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത് ഇച്ചിരി വലിയ ട്രയാങ്കിളാണ്, പക്ഷെ അതിൻ്റെയും ആംഗിൾസ് എത്ര ഡിഗ്രി തന്നെയാണ്? എക്സ് ഡിഗ്രി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വൈ ഡിഗ്രി ആണ്, ഇവിടെ ഇസഡ് ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കും മനസ്സിലാവും ഈ 2 ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് എന്താണ്, കോണുകൾ എന്താണ്, തുല്യമാണ്. 2 ത്രികോണത്തിൻ്റെയും കോണുകൾ തുല്യമാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ത്രികോണത്തിന് ഞാൻ ഇടുന്ന പേര് എ ബി സി. രണ്ടാമത്തെ ത്രികോണത്തിന് ഞാൻ ഇടുന്ന പേര് പി ക്യു ആർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും? ഈ 2 ത്രികോണത്തിൻ്റെയും കോണുകൾ തുല്യമാണ്. ഇപ്പം ഞാൻ എങ്ങനെ പറയും? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്. അത് രണ്ടും എത്ര ഡിഗ്രിയാണ്? ഇസഡ് ഡിഗ്രിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. അത് എത്ര ഡിഗ്രിയാണ്? അത് എക്സ് ഡിഗ്രിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ ആർ അത് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു എന്ത് ഡിഗ്രിയാണ്? വൈ ഡിഗ്രിയാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ആംഗിൾസ് പരസ്പരം, അതായത് കോണുകൾ പരസ്പരം തുല്യമായി വന്നിരിക്കുന്നു 2 ത്രികോണത്തിൻ്റെത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ കോണുകൾക്ക് ഈക്വലായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്താണ്, തുല്യമായി കഴിഞ്ഞാൽ ഈ 2 ത്രികോണങ്ങളും എന്താണെന്ന് പറയാം? സിമിലർ ട്രയാങ്കിൾ ആണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സദൃശ ത്രികോണങ്ങളാണ് എന്ന് പറയാം. സിമിലർ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലർ ആണ് എന്ന് പറയാം. ഇതാണ് സിമിലാരിറ്റിയുടെ മെയിൻ പോയിന്റ്. അപ്പോൾ സിമിലർ ആണ് എങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താ പറഞ്ഞത്? 2 ത്രികോണങ്ങളും സദൃശമാണ്, സിമിലർ ആണ് എങ്കിൽ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ്, അല്ലെങ്കിൽ ഏതാണോ നമ്മൾ എടുത്തിരിക്കുന്ന ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും, പ്രപ്പോർഷനേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ഭിന്നസംഖ്യ ആയിരിക്കും എന്നൊക്കെ പറയാം. അതായത് എന്താണ് സംഭവം? ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെറിയ ത്രികോണത്തിൻ്റെ എക്സ് ഡിഗ്രി എടുക്കാൻ പോകുന്നു അല്ലേ? ചെറിയ ത്രികോണത്തിൻ്റെ എക്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് ബി ക്യു ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തറിയാം? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ് കേട്ടോ. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എ സി. അപ്പോൾ എ സി ബൈ ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് പി ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് എഴുതി. അതായത് ഇത് രണ്ടും എന്താണ്? രണ്ടും തുല്യമായ കോണുകളാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശം ഇതിൻ്റെ അംശബന്ധമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എ സി ബൈ പി ആർ എന്ന്. ഇനി അടുത്ത രണ്ടാമത്തത് നോക്കാം. നമുക്ക് എക്സ് കഴിഞ്ഞ് വൈ നോക്കാം അല്ലേ? വൈ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ എടുത്തത് ചെറിയ ട്രയാങ്കിൾ ആയതുകൊണ്ട് രണ്ടാമത് എടുക്കുമ്പോഴും എന്ത് തന്നെ എടുക്കുക?
ചെറിയ ട്രയാങ്കിൾ തന്നെ എടുക്കുക. അപ്പോൾ വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എ ബി ആണ്. എ ബി ബൈ ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് എന്താണ്? പി ക്യു ആണ് കേട്ടോ. പി ക്യു. ഇപ്പോൾ എ ബി ബൈ പി ക്യു. അപ്പോൾ രണ്ട് ഈക്വൽ ആംഗിൾസ് എടുത്തു. അപ്പം അടുത്ത മൂന്നാമത്തതാണ് ഏതാണ്? എ ആണ് എടുക്കാൻ പോകുന്നത്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്. അപ്പോൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ബി സി. ബി സി ബൈ ഇവിടെ പി ക്യു ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ക്യു ആർ ആണ്. ക്യു ആർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഈ അംശബന്ധങ്ങളെല്ലാം തുല്യമായിരിക്കും. ഈ അംശബന്ധങ്ങളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ അല്ലെങ്കിൽ എന്താണ് 3 ആംഗിൾസ്, രണ്ടാമതുള്ള ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിന് ഈക്വലായി വന്നു. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എക്സും വൈ യുസെഡും ഇതിൻ്റെ ആംഗിൾ എക്സും വൈ യുസെഡും ആംഗിൾസ് പരസ്പരം ഈക്വലായി. ആംഗിൾസ് പരസ്പരം ഈക്വലായി കഴിഞ്ഞാൽ അതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? അത് സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? ഒരേ പ്രപ്പോർഷൻ ആയിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? ഒരേ പ്രപ്പോർഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പം ഞാൻ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളിത് സെറ്റാവും. അപ്പം ഞാൻ വേറെ 2 ട്രയാങ്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ പേര് ഇത് എക്സ് വൈ ഇസഡ്. ബേസ് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. എക്സ് വൈ ഇസഡ്. ഓക്കെ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഞാൻ പറയാം. പി ക്യു ആർ. പി ക്യു ആർ. ഓക്കെ. ഞാൻ ആദ്യം പറയാൻ പോകുന്നു, ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ. അപ്പം ഞാനിത് എന്ത് പേര് കൊടുക്കാം? ഞാനിതിന് സ്മോൾ ലെറ്റർ എ കൊടുത്തു, ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ എ കൊടുത്തു. ഓക്കെ. ദെൻ രണ്ടാമത്തെ ആംഗിൾ ഇതാണ്. ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ ബി കൊടുത്തു, ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ ബി കൊടുത്തു. ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ സി കൊടുക്കാം, ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ സി കൊടുക്കാം. എന്താണ്? ആംഗിൾസ് സെയിം ആയി. 2 ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് എന്താണ്? സെയിം. ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എ ബി സിയും രണ്ടാമത്തത് എ ബി സി തന്നെയാണ്. സോ ഈ 2 ട്രയാങ്കിളും എന്തായിരിക്കും? പ്രപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് സിമിലർ ആണ് അല്ലേ. സിമിലർ ടു എന്താണ്? ട്രയാങ്കിൾ പി ക്യു ആർ. രണ്ടും എന്താണ്? സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ് എങ്കിൽ സിമിലാരിറ്റിയുടെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഏതാണോ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഒന്നുകൂടി പറയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഏതാണോ ഈക്വൽ ആംഗിൾ ദർ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞു? പ്രപ്പോർഷനേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രപ്പോർഷനേറ്റ് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പറയാം? ഇവിടെ ആംഗിൾ ഇസഡ് ഈക്വൽ ടു ആംഗിൾ ആർ ഫസ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏതാണ്? ആംഗിൾ വൈ ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. അടുത്തത് ആംഗിൾ എക്സ് ഈക്വൽ ടു ആംഗിൾ പി ആണ്. അപ്പോൾ ഈ നോക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് മനസ്സിലാക്കി. സോ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എക്സ് വൈ ബൈ ഇവിടെ എക്ക് ഓപ്പോസിറ്റ് പി ക്യു എഴുതി ഈക്വൽ ടു. അടുത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം എ എഴുതി. അടുത്ത ബി നോക്കാം. ബിക്ക് ഓപ്പോസിറ്റ് എക്സ് ഇസഡ്. അപ്പോൾ ഇവിടെ ബിക്ക് ഓപ്പോസിറ്റ് പി ആർ ഈക്വൽ ടു. അടുത്തത് ഇസഡിന് അതായത് സിക്ക് ഓപ്പോസിറ്റ് എന്താണ്? ഇസഡ് വൈ. അടുത്ത എവിടെ എന്തുവാ? ആർ ക്യു. ഈ പ്രപ്പോർഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിനെ നോട്ടായിട്ട് എങ്ങനെ പഠിക്കാം? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രപ്പോർഷണൽ. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ആർ എന്തെന്ന് പറയാം? നമുക്ക് പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഒരേ ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരേ അംശബന്ധം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരേ അനുപാതത്തിലാണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു. നമ്മൾക്ക് എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ സെറ്റായി അല്ലേ? ഉറപ്പാണേ. എന്താ കണ്ടീഷൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? ഏതാണോ തുല്യമായ കോണുകൾ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? ഒരേ അനുപാതത്തിലായിരിക്കും, ഇല്ലെങ്കിൽ അംശബന്ധത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത നേരെ സെക്കൻഡ്
കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ നോക്ക്, ഒന്നാമത്തെ ട്രയാങ്കിൾ എ ബി സി, രണ്ടാമത്തെ ട്രയാങ്കിൾ പി ക്യു ആർ കേട്ടോ, പി ക്യു ആർ, പി ക്യു ആർ. ഓക്കെ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും എന്താണ്, സിമിലർ ആണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ എ കൊടുത്തു, ഇത് ഞാൻ സ്മോൾ ലെറ്റർ ബി കൊടുത്തു, ഇത് ഞാൻ സ്മോൾ ലെറ്റർ സി കൊടുത്തു, ഇത് ഞാൻ സ്മോൾ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ ബി, ഇത് സ്മോൾ ലെറ്റർ സി. അപ്പോൾ എന്തായിരിക്കും, രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും അല്ലേ, ആംഗിൾസ് സെയിം ആയി. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ എഴുതുകയാണ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ, രണ്ടും സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സിമിലർ ആണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്, മാറിയിരിക്കട്ടെ. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പഠിച്ചു എന്താണ്, സൈഡ്സ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ ആ സൈഡ്സ് പ്രപ്പോർഷനേറ്റ് വെച്ച് ഞാൻ എന്താണ്, എക്കെതിരെ ഞാനൊരു 5 കൊടുത്തു, 5 ഓക്കെ, ഒരു പ്രപ്പോർഷനാണ് പറയുന്നത്, 5 കൊടുത്തു. ബിക്ക് ഇവിടെ ഞാൻ എത്ര കൊടുക്കുന്നു, ഞാനൊരു 6 കൊടുക്കുന്നു, ഇവിടെ ഞാനൊരു 7 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ പ്രപ്പോർഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 10 കൊടുത്തു, ഇവിടെ ഞാൻ 12 കൊടുത്തു, ഇവിടെ ഞാൻ എന്ത് ചെയ്തു 14 കൊടുത്തു. എത്ര കൊടുക്കുന്നു, 14 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ്. ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് നോക്കിക്കേ, ആംഗിൾസ് എന്താണ്, രണ്ട് സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ട്രയാങ്കിൾ നോക്കിക്കേ, എ ബി സി ആണ് അതിൻ്റെ ആംഗിൾസ്. സോ ഞാൻ എന്ത് പറയുന്നു, അതിൻ്റെ സൈഡ്സ് എത്രയാണ്, 5 6 7 എന്ന് പറഞ്ഞു. രണ്ടാമത്തത് 10 12 14 എന്ന് പറഞ്ഞു. നമ്മൾ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. എന്താണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്? ആദ്യം പറയാൻ പോകുന്നത് എന്താണ്, എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബി സി ബൈ അവിടെ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ക്യു ആർ കേട്ടോ, ക്യു ആർ ഈക്വൽ ടു, അടുത്തത് ഇപ്പം സിമിലർ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ആണ് പറയുന്നത് ക്യു ആർ ഈക്വൽ ടു, അടുത്തത് നമുക്ക് ബിക്ക് ഓപ്പോസിറ്റ് നോക്കാം. ബിക്ക് ഓപ്പോസിറ്റ് ഏതാണ്, എ സി ബൈ അവിടെ ബിക്ക് ഓപ്പോസിറ്റ് ആരാണ്, പി ആർ കേട്ടോ, പി ആർ ഈക്വൽ ടു, അത് കഴിഞ്ഞ് ഇവിടെ സിക്ക് ഓപ്പോസിറ്റ് നോക്കാം, ഏതാണ്, എ ബി ബൈ പി ക്യു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രപ്പോർഷനേറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്നെടുത്ത് കൊടുത്ത് നോക്കാം. വാല്യൂസ് കൊടുക്കുമ്പോൾ ബി സിക്ക് നമുക്ക് 5 ആണ് വന്നിരിക്കുന്നത്, ബി സി 5 ഈക്വൽ ടു, ബി സി 5 ഈക്വൽ ടു, ദെൻ ക്യു ആർ എത്രയാണ്, 10 ആണ്, 10 ഈക്വൽ ടു എ സി എന്ന് പറയുന്നത് എത്രയാണ്, എ സി 7 ആണ്, അപ്പോൾ ഇത് 14 ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ എ ബി എന്ന് പറയുന്നത് 6 ആണ്, അപ്പോൾ അടുത്ത് നിന്നിട്ടും 12 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമ്മൾ ലീസ്റ്റ് ഫോമിലോട്ട്, എല്ലാത്തിനും നമ്മൾ ലീസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, 1/2 എന്ന് പറയുന്ന പ്രപ്പോർഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. 1/2 എന്ന് പറയുന്ന പ്രപ്പോർഷൻ തന്നെയാണ് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നു, ഇതിന് അതായത് രണ്ട് എന്താണ് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ സൈഡ് പ്രപ്പോർഷൻ ആയിരിക്കും. ആ സൈഡിൻ്റെ പ്രപ്പോർഷൻ്റെ റേഷ്യോ ഞാൻ ഇവിടെ എത്ര എഴുതി, 1/2 എന്ന് എഴുതി. അതെന്തിന് ഈക്വൽ ആണെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ നേരെ പറയാൻ പോകുന്നു ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയാൻ പോകുന്നത്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എന്താ പറയാൻ പോകുന്നത്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 5 6 11 11 7 18. ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 18. രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കാം, 10 22 22 10 32 36. അതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോഴും എന്ത് തന്നെയായിരിക്കും, 1/2 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എങ്കിൽ അതിൻ്റെ സൈഡ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയാൻ പോകുന്നു. സൈഡിൻ്റെ പ്രപ്പോർഷൻ എന്താണോ, അതായത് ട്രയാങ്കിളിന് വേണ്ടിയിട്ടുള്ള സൈഡിൻ്റെ പ്രപ്പോർഷൻ എന്താണോ അതേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ ഇങ്ങനെ പറയാം, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എന്താണ്, പെരിമീറ്റർ ഓഫ്, ഇങ്ങനെ പറയാം, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ അടുത്ത കണ്ടീഷൻ കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തു. നമ്മൾ ആദ്യം പഠിച്ചൊരു ഒരു പോയിന്റ് നമ്മൾ ആഡ് ചെയ്തുള്ളൂ. എന്താണ് നമ്മൾ ആഡ് ചെയ്തത്, ഇത്ര കാര്യമുള്ളൂടാ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്, രണ്ട് ട്രയാങ്കിൾ സദൃശമാണ് എങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും, പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. ആ സൈഡിൻ്റെ പ്രപ്പോർഷൻ എന്താണോ
അതിന് തുല്യമായിരിക്കും രണ്ടെണ്ണത്തിൻ്റെയും പെരിമീറ്ററിൻ്റെ പ്രൊപ്പോർഷനേറ്റും. പെരിമീറ്ററിൻ്റെ റേഷ്യോയും എന്ത് തന്നെയായിരിക്കും? സൈഡിൻ്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. നമുക്ക് സൈഡിൻ്റെ റേഷ്യോ 1/2, പെരിമീറ്ററിൻ്റെ റേഷ്യോ എടുത്താലും എന്ത് തന്നെയായിരിക്കും? 1/2 ആയിരിക്കും. റേഷ്യോ സെയിം ആയിരിക്കും എന്നുള്ളതാണ് പോയിന്റ്. അങ്ങനെ നമ്മൾ 2 പ്രോപ്പർട്ടീസ് പഠിച്ചു. ആദ്യം പഠിച്ച പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. നോക്ക്, അപ്പോൾ നമുക്ക് എന്താ എഴുതി വെക്കാൻ പറ്റുന്നത്? ദ റേഷ്യോ ഓഫ് ദ പെരിമീറ്റർ ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ ഈസ് ദ സെയിം ആസ് ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നത്. മറന്നു പോണ്ട. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്ത് പറഞ്ഞു? ദ റേഷ്യോ ഓഫ് ദ പെരിമീറ്റർ ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ഈസ് ദ സെയിം ആസ് ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 2 പ്രോപ്പർട്ടീസായി ഒന്നിനോടൊന്ന് ആഡ് ചെയ്താണ് പോകുന്നത്. അടുത്ത ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ഒരു 4-5 പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ മീഡിയൻ വെച്ചുകൊണ്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മീഡിയൻ എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആദ്യം മീഡിയൻ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു മീഡിയൻ നമുക്ക് വരയ്ക്കണം. ഇപ്പോൾ ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC എന്ന് വിചാരിച്ചോളൂ. ഈ ട്രയാങ്കിൾ BCയിലേക്ക് ഒരു മീഡിയൻ വരയ്ക്കണം. അതായത് മിഡ് പോയിന്റ് ഓഫ് BC നമ്മൾ മാർക്ക് ചെയ്യുന്നു. മിഡ് പോയിന്റ് ഓഫ് BC നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ BCയുടെ മിഡ് പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അത് P എന്ന് വിചാരിച്ചോ. ഈ P, അതായത് Aയിൽ നിന്ന് Pയിലേക്ക് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു എങ്കിൽ ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ നമുക്ക് വരയ്ക്കണം. മീഡിയൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ABC ഓക്കെ ട്രയാങ്കിൾ ഉണ്ട്. ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെയാണ് മിഡ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇതാണ് വരുന്നത്. എന്തായിരിക്കും മീഡിയൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്? യെസ്, ഇവിടെ ഇത് P ആണെങ്കിൽ PC = PB ആയിരിക്കും. അതായത് ഈ 2 ലെങ്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 ലെങ്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു മിഡ് പോയിന്റിലേക്ക്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, മീഡിയൻ മനസ്സിലായി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മീഡിയൻ വെച്ചുകൊണ്ടുള്ള സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. ഇപ്പോൾ നോക്ക്, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് ABC എന്നും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് PQR എന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയുകയാണ്. ABC സിമിലർ ടു ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഇത് രണ്ടും സിമിലർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവിടെ വെച്ചു. ഓക്കെ, ഇത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണ് എങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇതിൻ്റെ ആംഗിൾസ് നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ ഞാൻ X, അടുത്തത് Y, അടുത്തത് Z എന്ന് ഇട്ടു. ഇതിനും എന്ത് ചെയ്യാൻ ഇട്ടു? X, Y, Z. ആദ്യം എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? BC, അതായത് AC-യുടെ മിഡ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇതല്ലേ AC-യുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്? AC-യുടെ മിഡ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കാൻ പോകുന്നു. ഞാനിവിടെ കൊടുക്കുന്ന പേര് M എന്ന് വിചാരിച്ചോ. M, അവിടെ ഞാൻ എന്ത് പേര് കൊടുത്തു? M എന്ന് പേര് കൊടുത്തു. ഇനി ഈ മിഡ് പോയിന്റിൽ നിന്ന് Bയിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയൻ ആയി. ഒരു മീഡിയൻ. ഓക്കെ, ഒരു മീഡിയൻ. ഓക്കെ, എക്സിൻ്റെ ആണ് മീഡിയൻ പറഞ്ഞത്. ഇനി ഞാൻ അടുത്തത് എന്ത് ചെയ്യുന്നു? വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? AB-ക്ക് ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. AB-ക്ക് ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. AB-ക്ക് ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് ഞാൻ N എന്നാണ് പേര് കൊടുത്തത്. N-ൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? C-ലേക്ക് ഒരു മീഡിയൻ വരച്ചു. C-ലേക്ക് എന്ത് ചെയ്തു? C-ൽ നിന്ന് അതാണല്ലോ മീഡിയൻ. അടുത്ത മീഡിയൻ വെച്ചു, രണ്ടാമത്തെ മീഡിയൻ വരച്ചു. ഇനി അടുത്തത് Y എന്ന് പറയുന്ന ആംഗിൾ, ഇവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഒരു മീഡിയൻ ഇങ്ങോട്ട് താഴോട്ട് വരച്ചു. ഓക്കെ, MNO എന്നാണ് പറയുന്നത്. O എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതും പറഞ്ഞു. ഇനി ഞാൻ വീണ്ടും അടുത്ത ഒരു ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അടുത്ത ട്രയാങ്കിളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം X, ഇതിൻ്റെ മിഡ് പോയിന്റ് ഞാൻ വരയ്ക്കുന്നു. ഇതിൻ്റെ മിഡ് പോയിന്റ് ഞാൻ വരയ്ക്കുമ്പോഴത്തേക്ക് ആ മിഡ് പോയിന്റിലേക്ക് ഒരു മീഡിയം വരയ്ക്കാം. ആ മീഡിയന് വേണമെങ്കിൽ എനിക്ക് എന്തെന്ന് പേര് കൊടുക്കാം? S എന്ന് പേര് കൊടുക്കാം. ഓക്കെ, S എന്ന് കൊടുത്തു.
അടുത്ത എന്താണ്, ഇവിടെ നിന്ന് താഴേക്ക് ഒരു മീഡിയൻ നമ്മൾ വരച്ചു. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ടി എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഒരു മീഡിയൻ ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഒരു മീഡിയൻ, ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഒരു മീഡിയൻ വരച്ചു. ആ മീഡിയൻ ഞാൻ എന്ത് ചെയ്തു, എസ് ടി ഒരു എം എന്ന് വിചാരിച്ചോ. എം ഇപ്പുറത്ത് പറഞ്ഞല്ലോ അല്ലേ, MNO, P പറഞ്ഞു, Q പറഞ്ഞു, R പറഞ്ഞു, ST പറഞ്ഞു, U കൊടുക്കാം. യു, ഓക്കെ, യു കുഴപ്പമില്ല, യു. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ, നമ്മൾ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞു, സിമിലർ ആണെന്ന് പറഞ്ഞു. സിമിലർ ആണ് എങ്കിൽ നമുക്കൊരു മറ്റൊരു കാര്യം കൂടി അറിയാം. സിമിലർ ആണെങ്കിൽ നമുക്ക് എന്തറിയാം, അതിൻ്റെ സൈഡ്സ് പ്രപ്പോർഷനേറ്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എടാ, സൈഡ്സ് പ്രപ്പോർഷനേറ്റ് ആണ് എങ്കിൽ, സൈഡ് പ്രപ്പോർഷനേറ്റ് ആണ് എങ്കിൽ അതിൻ്റെ മീഡിയൻ, കറസ്പോണ്ടിങ് മീഡിയൻസും എന്തായിരിക്കും, സെയിം പ്രപ്പോർഷൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ എക്സിൽ നിന്ന് വരച്ചിരിക്കുന്ന മീഡിയൻ AC ബൈ ഇവിടെ എക്സിൽ നിന്ന് പോയിരിക്കുന്ന മീഡിയൻ PR ആണ്, PR പോയിരിക്കുന്നത് PR. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുകൂടി പറയാം, അത് ക്ലിയർ ആക്കി തന്നെ പോകണം. എങ്ങനെയാണ് എന്ന് ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് മീഡിയൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്, മീഡിയൻസ് ആണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എക്സിൽ നിന്ന് പോയിരിക്കുന്ന മീഡിയൻ അത് BM ആണ്. ബൈ ഇവിടെ എക്സിൽ നിന്ന് പോയിരിക്കുന്ന മീഡിയൻ അത് QS ആണ്. ഈ രണ്ട് സൈഡും പ്രപ്പോർഷനേറ്റ് ആണ്. അതിൻ്റെ മീഡിയനും എന്തായിരിക്കും, പ്രപ്പോർഷൻ ആയിരിക്കും. നോക്കാം, എല്ലാ മീഡിയൻസും പ്രപ്പോർഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന എന്താണ്, അടുത്ത പോയിന്റ് ഇതാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം എന്താണ് X ആണ് എടുത്തത്, രണ്ടാമത് Y എടുക്കാം. Yക്ക് ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മീഡിയൻ ഏതാണ്, Y ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, ഇതാണ്. അവിടെ നിന്നുള്ള മീഡിയൻ എന്ന് പറയുന്നത് OA ആണ് അല്ലേ. അപ്പോൾ OA ബൈ ഈ ഇതായിരിക്കും, Yക്ക് ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്താണ്, PT ഈക്വൽ ടു. അടുത്തത് നമ്മൾ എന്താണ്, മൂന്നാമത്തെ നമുക്ക് എടുക്കാം. മൂന്നാമത്തെ ഏതാണ്, നമുക്ക് ഏതാണ്, CN ബൈ RU. അപ്പോൾ കറസ്പോണ്ടിങ് മീഡിയൻസും എന്തായിരിക്കും, ഒരേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. അപ്പോൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി. ആദ്യം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമതാണ്, സൈഡ്സിൻ്റെ പ്രപ്പോർഷൻ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും ആരുടെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ പെരിമീറ്ററിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു. പെരിമീറ്ററിൻ്റെ പ്രപ്പോർഷൻ പറഞ്ഞു. ഇനി നമ്മൾ നേരെ പറയുന്നത് അടുത്തെന്താണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് മീഡിയൻസ്, ഓരോ ട്രയാങ്കിളിൻ്റെയും മീഡിയൻസ് ഉണ്ടല്ലോ. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ മീഡിയൻസ്, അതായത് കറസ്പോണ്ടിങ് മീഡിയൻസും എന്തായിരിക്കും, ഒരേ പ്രപ്പോർഷൻ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞത്. കറസ്പോണ്ടിങ് മീഡിയൻസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രപ്പോർഷണൽ. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്ത പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നു, എന്താണ്, അതിൻ്റെ സൈഡ് എന്തായിരിക്കും, പ്രപ്പോർഷനിലായിരിക്കും. 2 എന്തായിരിക്കും, സൈഡിൻ്റെ പ്രപ്പോർഷൻ എന്താണോ ആ സെയിം പ്രപ്പോർഷനേറ്റ് ആയിരിക്കും ആരെന്ന് പറയുന്നത്, നമ്മുടെ പെരിമീറ്ററിൻ്റെ പ്രപ്പോർഷൻ. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, കറസ്പോണ്ടിങ് മീഡിയൻസിൻ്റെ പ്രപ്പോർഷനും എന്തായിരിക്കും, അവിടെ ഉണ്ടായിരിക്കും. എന്താണ്, മീഡിയൻസിൻ്റെ പ്രപ്പോർഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോപ്പർട്ടി കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും 2 ട്രയാങ്കിൾ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, ദെൻ PQR എന്ന് പറയുന്ന അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ഇതെന്താണ്, ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ് കേട്ടോ. ഈ 2 ട്രയാങ്കിളും സിമിലർ, ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR കേട്ടോ. രണ്ടും സിമിലർ ആണ്. സിമിലർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആംഗിൾസ് എന്താണ്, ഇത് X, ഇത് Y, ഇത് Z, ഇത് X, ഇത് Y, ഇത് Z. ഓക്കെ, അപ്പം നമുക്ക് BCക്ക് ഒരു മീഡിയൻ വരയ്ക്കാൻ പോവാണ്. BCക്ക് ഒരു മീഡിയൻ വരയ്ക്കുന്നു. ഇതാ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇത് P എന്ന് പറയുന്ന, P വേണ്ട, നമുക്ക് M പറയാം. M എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് പോയിരിക്കുന്നത്, MA ആണ് എന്തിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്, BCയുടെ മീഡിയൻ ആണ് MA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് എന്ത് ചെയ്യുന്നു, QR ഒരു മീഡിയൻ വരയ്ക്കുന്നു. QR ഒരു മീഡിയൻ വരച്ചു. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഞാൻ കൊടുക്കുന്നത് N ആണ്. അപ്പോൾ NP എന്ന് പറയുന്നത് എന്തിൻ്റെ മീഡിയൻ ആണ്, QR മീഡിയൻ ആണ്. അപ്പോൾ QR മീഡിയൻ ആരാണ്, PN ആണ്.
അതുപോലെ തന്നെ BScയുടെ മീഡിയൻ ആരാണ്? MA ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കറസ്പോണ്ടിങ് മീഡിയൻസ് എന്തായിരിക്കും എന്ന് പറഞ്ഞു? പ്രപ്പോർഷൻ ആയിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ആ പറഞ്ഞതുപോലെ ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പഠിക്കണ്ട കേട്ടോ. ആ ജസ്റ്റ് നമ്മളെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ ഇപ്പം ഞാൻ പറയുന്നു AM/PN. അപ്പം എന്താ പറഞ്ഞത്? കറസ്പോണ്ടിങ് മീഡിയൻസ് എന്താണ്? റേഷ്യോ ആണ്. ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ആ റേഷ്യോ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിൻ്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. BC/QR ഈക്വൽ ആയിരിക്കും. അപ്പം നോക്ക്, ഇവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളടാ. ഇപ്പം ഞാൻ പറയുന്നു ഇത് 8, ഇത് മൊത്തത്തിൽ 10, ഇത് ഞാൻ പറയുന്നു 20, ഇത് ഞാൻ പറയുന്നു 16. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം മീഡിയൻസിൻ്റെ നോക്കാം. 8/16 പ്രൊപ്പോർഷൻ എന്താണോ അതിന് ഈക്വലാണ് 10/20 എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും നമ്മൾ ലീസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/2 അല്ലേ? 1/2. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഏതാണോ രണ്ട് മീഡിയൻ എടുക്കുന്നത്, ആ മീഡിയൻ ഏത് രണ്ട് മീഡിയൻ ആണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ രണ്ട് മീഡിയൻ്റെ റേഷ്യോ എന്താണോ അതിന് തുല്യമായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ദ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് മീഡിയൻസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ദ സെയിം ആസ് ദ റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ്. അപ്പോൾ എങ്ങനെ പറയാം? ഈ രണ്ട് മീഡിയൻസിൻ്റെ പ്രപ്പോർഷൻ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും ആ രണ്ട് സൈഡിൻ്റെയും പ്രപ്പോർഷൻ. അതുപോലെ നമുക്ക് എന്തുകൂടെ പറയാം? ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മീഡിയനും വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മീഡിയനും വരച്ചു. ഈ മീഡിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലും ഇത് പിന്നെ ആറും ആണെന്ന് വിചാരിച്ചു. 6 വേണ്ടെങ്കിൽ വേറെ ലെറ്റർ പറയാം. ഓക്കെ, LM. ഓക്കെ, I ആണെന്ന് വിചാരിച്ചോളൂ. I. ഓക്കെ, അത് എല്ലും ഇത് ഐയും. ഇപ്പം ഞാൻ പറയുന്നു BL എന്ത്? BL/QI പ്രപ്പോർഷൻ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള സൈഡ് AC/PR ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. കണ്ടോ, ഇതാണ് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ എന്തെല്ലാം ഈക്വലാണ്. സൈഡ് ഒരേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. പെരിമീറ്റർ സൈഡും എന്താണ് സൈഡും പെരിമീറ്ററും ഒരേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? കറസ്പോണ്ടിങ് മീഡിയൻസ് ഒരേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. സൈഡും മീഡിയനും പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മീഡിയനും പെരിമീറ്ററും സെയിം പ്രപ്പോർഷൻ ആവണ്ടേ? ആയിരിക്കാം. ഓക്കെ, ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വഴിയെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓട്ടിറ്റ്യൂഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞത് മീഡിയൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓട്ടിറ്റ്യൂഡിനെ പറ്റിയാണ്. എന്താണ് ഓട്ടിറ്റ്യൂഡ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള ട്രയാങ്കിൾ. ഓക്കെ, ഇതിനൊരു ഓട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് 90 ഡിഗ്രി ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓട്ടിറ്റ്യൂഡ് വെച്ചുകൊണ്ട് ഓട്ടിറ്റ്യൂഡും നമുക്ക് സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നു, ഇപ്പോൾ ആദ്യത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ദെൻ PQR, അങ്ങനെ 2 ട്രയാങ്കിൾസ് ഉണ്ട് കേട്ടോ. ABC എന്ന് പറയുന്ന ട്രയാങ്കിളുണ്ട്, PQR എന്ന് പറയുന്ന ട്രയാങ്കിളുണ്ട്. ഇപ്പം ഞാൻ ABCയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. കണ്ടല്ലോ, പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതിന് ഞാനൊരു പേരും കൊടുക്കുന്നു, X. ഓക്കെ, ട്രയാങ്കിൾ സിമിലർ ആണേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആണ്. ഇവിടെ 2 ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ് കേട്ടോ. ആ സിമിലറിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വീണ്ടും പറയാത്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചപ്പോഴത്തേക്ക് ഇതിന് ഞാൻ എന്ത് പേര് കൊടുക്കാം? ഇവിടെ വേണമെങ്കിൽ എനിക്ക് Y എന്ന് പേര് കൊടുക്കാം. ഞാൻ എന്ത് പേര് കൊടുത്തു? Y കൊടുത്തു. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. ഈ വരച്ചിരിക്കുന്നതാണ് ആക്ച്വലി ഓട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു കേസിലേക്ക് വരുന്നു. നേരത്തെ നമ്മൾ മീഡിയൻസ് ആണ് എടുത്തത്. അതേ കണ്ടീഷൻ, മീഡിയൻസിന് എന്താണോ നമ്മൾ പറഞ്ഞത്
അതേ കണ്ടീഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് എ എക്സ് ബൈ, അതായത് ഇത് ബൈ ഇത് രണ്ടാമത്തെ ഓറ്റിറ്റ്യൂഡ് എന്താണ്, പി വൈ, എ എക്സ് ബൈ പി വൈ ഈക്വൽ ടു എന്തായിരിക്കും, ബി സി ഈസ് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ബി സി ബൈ ക്യു ആർ. അപ്പം നോക്കുക, ഒരു രണ്ട് സൈഡിൻ്റെ ഓറ്റിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്താണോ അതേ റേഷ്യോ ആയിരിക്കും എന്തിൻ്റെത്, അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ എന്നും ആലോചിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആ പ്രോപ്പർട്ടീസ് എല്ലാം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് നോക്കുക. ആദ്യം മുതൽ പറഞ്ഞത് എന്താണ് സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ സൈഡ് പ്രപ്പോർഷൻ ആണെന്ന് പറയുന്നു, അതിനുശേഷം സൈഡ് പ്രപ്പോർഷൻ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്ററിന് ഈക്വൽ ആണെന്ന് പറയുന്നു, മീഡിയൻസ് ഒരേ പ്രപ്പോർഷനേറ്റ് ആണെന്ന് പറയുന്നു, മീഡിയനും സൈഡും ഒരേ പ്രപ്പോർഷൻ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, ഓറ്റിറ്റ്യൂഡും സൈഡും ഒരേ പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നിലവിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി ഞാൻ അടുത്ത എന്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് the ratio of the corresponding altitude of two similar triangle is the same as the ratio of their corresponding sides എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ് നമുക്ക് നോക്കാം. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പറയുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ട്രയാങ്കിൾ ഉണ്ടെന്ന്. ഏതാണ്, ഒന്നാമത്തത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും രണ്ടാമത്തത് പി ക്യു ആർ എന്ന് പറയുന്ന രണ്ടാമത്തെ ട്രയാങ്കിളും. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആണുള്ളത്. ഈ രണ്ട് ട്രയാങ്കിൾസിൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് എന്ത് വരയ്ക്കാം, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൽ ഞാൻ എന്ത് വരയ്ക്കാൻ പോകുന്നു, ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വരച്ചത് എന്തുവാ, ആദ്യം വരച്ചത് മീഡിയൻ ആണ്, എന്താണ്, സൈഡിൻ്റെ മീഡിയൻ ആണ് വരച്ചത്. രണ്ടാമത് വരച്ചിരിക്കുന്നത് എന്താണ്, ഓറ്റിറ്റ്യൂഡ് ആണ് വരച്ചിരിക്കുന്നത്. ഇപ്പം മൂന്നാമതായിട്ട് വരയ്ക്കാൻ പോകുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. എന്താണ്, ആംഗിൾ ബൈസെക്ടർ. ഈ ആംഗിളിന്റെ ബൈസെക്ടർ, ഇപ്പൊ ഇത് മൊത്തത്തിൽ എക്സ് ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും, രണ്ടും എ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ആംഗിളിലും എന്ത് വരയ്ക്കുന്നു, ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നു. അതായത് ഇത് എ ആണ്, ഇത് എ ആണ്, ആംഗിൾ ബൈസെക്ടർ ആണ് വരച്ചിരിക്കുന്നത്. രണ്ട് ആംഗിൾ ബൈസെക്ടർ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എം എന്നും ഇതിനെ വേണമെങ്കിൽ എനിക്ക് എന്ന് പറയാം, എൻ എന്നും പറയാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ, രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് എങ്കിൽ ഇങ്ങനെ വരച്ചിരിക്കുന്ന ആംഗിൾ ബൈസെക്ടർ ഉണ്ടല്ലോ, ആ എ എം ബൈ എന്താ പി എൻ, എ എം ബൈ പി എൻ ഈക്വൽ ടു അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ബി സിക്ക് ബി സി ബൈ ക്യു ആറിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്ക് എന്തെല്ലാം റേഷ്യോസ് ആണ് ഈക്വൽ ആണെന്ന് നോക്കിക്കേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം സൈഡ്സ് എന്താണ്, സെയിം പ്രപ്പോർഷനേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അതിനെ എന്താണ്, പെരിമീറ്റർ രണ്ടും എന്താണ്, സെയിം പ്രപ്പോർഷനേറ്റ്, അതായത് സൈഡിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും പെരിമീറ്ററിൻ്റെ പ്രപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞു. മീഡിയൻ്റെ പ്രപ്പോർഷനേറ്റ് എന്താണ്, സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി മീഡിയൻ്റെ പ്രപ്പോർഷനേറ്റും സൈഡിൻ്റെ പ്രപ്പോർഷനും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പറഞ്ഞത് എന്തുവാ, സൈഡിൻ്റെ പ്രപ്പോർഷനും മീഡിയൻ്റെ പ്രപ്പോർഷനും എന്താണ്, കറസ്പോണ്ടിങ് എന്താണ്, സൈഡിൻ്റെ പ്രപ്പോർഷനും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. എന്ത് പറഞ്ഞു, നമ്മൾ ഓറ്റിറ്റ്യൂഡിൻ്റെ പിന്നെ പ്രപ്പോർഷനേറ്റും കറസ്പോണ്ടിങ് സൈഡും ഒരേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് ആംഗിൾ ബൈസെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആംഗിൾ ബൈസെക്ടറും കറസ്പോണ്ടിങ്, ദ റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ബൈസെക്ടേഴ്സ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ദ സെയിം ആസ് ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. അപ്പോൾ നമ്മളിവിടെ എന്തായിരുന്നു ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ്, ഈ പറയുന്ന പോയിന്റുകൾ എന്താണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. രണ്ട് ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ എടുത്തിരിക്കുന്നു. രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ട്രയാങ്കിൾ എന്താണ്, എ ബി സി എന്ന് പറയുന്ന ഒന്നാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തത് പി ക്യു ആർ എന്ന് പറയുന്ന രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ, രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും കേട്ടോ. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ, ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഇങ്ങനെ സിമിലർ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ട്രയാങ്കിളിനും എന്ത് വരയ്ക്കാം, ഹൈറ്റ് വരയ്ക്കാം. ഇത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ ഞാൻ ചെറിയ എച്ച് എന്നും രണ്ടാമത്തെ ട്രയാങ്കിൾ ഹൈറ്റിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്നും പറയുന്നു. അപ്പോൾ രണ്ട് ഹൈറ്റ് ആണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു, ഈ രണ്ട് ഹൈറ്റ് ഇവിടെ കണ്ടു കഴിഞ്ഞു. ഈ ഹൈറ്റും
അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയയും തമ്മിലൊരു ബന്ധമുണ്ട്. ആദ്യം പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയയും, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയയുടെയും റേഷ്യോ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റിൻ്റെ സ്ക്വയർ. ഹൈറ്റിൻ്റെ സ്ക്വയർ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് വണ്ണാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്താണ് പറഞ്ഞത്? ഹൈറ്റിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോയും ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം ദ സ്ക്വയർ ഓഫ് ദ ഹൈറ്റിൻ്റെ റേഷ്യോയും ഏരിയ ഓഫ് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്? ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദെയർ സ്ക്വയർ ഓഫ് ദെയർ കറസ്പോണ്ടിങ് ഹൈറ്റ്സ് ആൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്ക്വയർ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ട് പറയാം? കറസ്പോണ്ടിങ് എന്താണ് സൈഡ്സും കൂടെ നമുക്ക് പറയാം. ആൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് എന്താണ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ടു എന്തും കൂടെ ആണെന്ന് പറയാം, ബി സിയുടെ സ്ക്വയർ ബൈ എന്ത് ക്യു ആറിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈറ്റിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോയും അതുപോലെ തന്നെ എന്താണ് ഏരിയയുടെ റേഷ്യോയും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയും എന്താണെന്ന് പറയാം? നമുക്ക് ഈക്വൽ ആണ് എന്ന് പറയാം. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട പ്രോപ്പർട്ടീസ്. ഇതാ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ്? നമുക്ക് ആ ഒരു ഒറ്റ പ്രോപ്പർട്ടി കൂടി നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ അല്ല, ഒരു ട്രയാങ്കിളിനകത്ത് എന്ത് വരച്ചിട്ടുണ്ട്? ഒരു വര വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എ ബി സി എന്നാണ് ഈ വലിയ ട്രയാങ്കിൾ. ഈ വര വരച്ചിരിക്കുന്നതിനെ ഞാൻ എന്ത് പറയുന്നു? പി ക്യു എന്ന് പറയുന്നു. നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പി ക്യു പാരലൽ ടു ബി സി. പി ക്യു പാരലൽ ടു ബി സി. പി ക്യൂവും എന്താണ്? ബി സിയും പാരലായിരിക്കും. പാരലാണെങ്കിൽ ഇത് കോമൺ ആംഗിൾ, ഈ രണ്ട് ആംഗിളും ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് എ ആണെങ്കിൽ ഇത് എ ആയിരിക്കും, ഇത് ബി ആണെങ്കിൽ ഇത് ബി ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇത് കോമൺ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എന്ത്? പി ക്യു എ സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. ഈ രണ്ട് എന്താണ്? ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അങ്ങനെ സിമിലർ ആണ് എങ്കിൽ, അങ്ങനെ സിമിലർ ആണെന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ദ മിഡ് പോയിന്റ് ഓഫ് എ ബി, ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് പി. അതായത് എ ബിയുടെ മിഡ് പോയിന്റ് പിയും അതുപോലെ തന്നെ എ സിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്യൂമാണ് എങ്കിൽ, ഒന്നാമത്തെ കേസ് എന്താണ്? ഇത് രണ്ടും പാരലാണ്. അതുപോലെ തന്നെ ഇത് രണ്ട് വശങ്ങളുടെയും എന്താണ്? മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് എങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള ലെങ്തിന് 1 യൂണിറ്റ് എന്നും ഇവിടെ നിന്നുള്ള ലെങ്ത് 1 യൂണിറ്റുമാണെങ്കിൽ ഇത് മൊത്തത്തിൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 2 1 ഇത് മൊത്തത്തിൽ എന്തായിരിക്കും? 2 യൂണിറ്റ്. ഇവിടെ നിന്ന് ഇതുവരെ 1 യൂണിറ്റ്. സോ ഇതിൻ്റെ സൈഡിൻ്റെ പ്രപ്പോർഷൻ 1/2 ആയിരിക്കും. ഈ ഒരു പ്രപ്പോർഷൻ നിങ്ങൾ അത് വന്നത് നിങ്ങൾ മനസ്സിലായാലും വേണ്ടില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ബി സി എന്താണ്, പി ക്യു എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ബി സിയുടെ പകുതി എടുത്താൽ, ഈ കാണുന്ന ബി സിയുടെ പകുതി എടുത്താൽ എന്ത് കിട്ടണം? പി ക്യു കിട്ടണം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? പി ക്യു ഈക്വൽ ടു എന്തായിരിക്കണം? പി ക്യു ഈക്വൽ ടു അല്ലെങ്കിൽ 2PQ ഈക്വൽ ടു എന്തായിരിക്കണം? ബി സി എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഇതിൻ്റെ പകുതി ആയിരിക്കും ഇത്. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ മിഡ് പാർട്സ് of any two sides of a triangle is parallel to the third side എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസുകളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ മനസ്സിലിരിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളത് കൃത്യമായി എഴുതി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.